പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 39. സണ്ണി ഗൗരിയുടെ മാറിനെ മറിച്ചിരുന്ന സാരി ഷോൾഡറിൽ നിന്നും പതിയെ താഴ്ത്തി മാറ്റി. അവളുടെ മറു സൈഡിലെ മാറിടം അവൻ പതിയെ ബ്ലൗസിൽ നിന്നും പുറത്തേക്കെടുത്തു. അവളുടെ അടുത്ത് വന്ന് ഇരുന്ന് കൈകളിൽ മോളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് പാല് കൊടുത്തു. ഗൗരി നിറക്കണ്ണുകളോടെയാണ് അത് നോക്കിയിരുന്നത്. രണ്ട് സൈഡിലും തൻ്റെ പൊന്നുമക്കളും തങ്ങളെ 3 പേരെയും സംരക്ഷിക്കുന്ന ഇരു കൈകളും. അവൾ ഓർത്തു. അവൾ പതിയെ സണ്ണിയുടെ നെഞ്ചിലേക്ക് ചാരി. അപ്പോഴും കുഞ്ഞിനെ അവൻ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് താങ്ങായി അവൻ ഇരുന്നു കൊടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ആ സമയം 2 മക്കളെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരമ്മക്കിളിയും ഒരു അച്ഛൻ കിളിയുമായി മാറുകയായിരുന്നു അവർ. 2 പേരും പാല് കുടിച്ചതിന് ശേഷം കണ്ണ് തുറന്നു കിടന്നു. 2 പേരുടെയും ഉറക്കം കഴിഞ്ഞു എന്ന് മനസ്സിലായതും സണ്ണി മോളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. പിന്നെ ഗൗരിയുടെ അടുത്ത് വന്ന് മോനെയും വാങ്ങി മോനെയും ബെഡിൽ കിടത്തി. താൻ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് വാ, പിന്നെ ഫ്രഷായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഗൗരിയായിട്ട് വേണം വരാൻ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇനി ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ കിടക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ചും പിന്നെ ഈ നിൽക്കുന്ന എന്നെക്കുറിച്ചും ആലോചിച്ചോ. അവൻ അവളുടെ ഇരു ഷോൾഡറിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ തൃശ്ശൂർ. അതിന് കാരണം എന്താണെന്ന് നിനക്കറിയോ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചാണ്. ഇവിടെ വന്നത് മുതലാണ് നീ എൻ്റെ കണ്ണുകളിലേക്ക് നല്ലൊരു കുളിർ കാഴ്ചയായി വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ നാട് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചതും ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. നിന്നെ നഷ്ടപ്പെട്ടതും എനിക്ക് ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. പക്ഷേ നഷ്ടത്തെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നിന്നെ കണ്ടെത്തുന്നതും ഇതുപോലെ ഇപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കാനും കാരണം ഈ നാടാണ്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വടക്കുന്നാഥൻ്റെ മണ്ണിനെ. അതുപോലെ നിനക്കും നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട് ഈ നാട്ടിൽ. അതുപോലെ തന്നെ നിനക്ക് മനസ്സിനെ വേദനിപ്പിക്കുന്ന, എന്നും നിൻ്റെ ജീവിതാവസാനം വരെ നിൻ്റെ മനസ്സിൽ വേദനയായി നിൽക്കുന്ന ഓർമ്മകളും നിനക്ക് തന്നതും ഈ നാടാണ്. പക്ഷേ ഇനി നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതും ഈ നാട്ടിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് ഇനി വിഷമങ്ങളെയെല്ലാം മറന്നിക്ക്. നിനക്ക് വന്നു ചേരാൻ പോകുന്ന സന്തോഷങ്ങളെയും നിനക്ക് വന്നിട്ടുള്ള നിൻ്റെ സന്തോഷങ്ങളെയും മാത്രം നീ ആലോചിക്ക്. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. എനിക്ക് നീ സങ്കടപ്പെട്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഗൗരി. ഒരായുസ്സിൽ സങ്കടപ്പെടാനുള്ള അത്രയും നീ സങ്കടപ്പെട്ട് കഴിഞ്ഞതല്ലേ. ഇനി നമുക്ക് സന്തോഷം മതി. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മതി ഗൗരി, അവൻ പറഞ്ഞു. അവൾ തലയണക്കിക്കൊണ്ട്, എനിക്കറിയാം, ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. സങ്കടപ്പെട്ടിച്ച എൻ്റെ ഗൗരി ഇരിക്കില്ല, ഉറപ്പ്. എനിക്ക് അത്രയും സങ്കടം ദൈവം തന്നത് ഇതുപോലെ സന്തോഷമുള്ള ജീവിതം തരാനായിരിക്കും. അതുകൊണ്ട് ഇനിയും ഞാൻ സങ്കടപ്പെട്ടിരുന്ന ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അവൾ പറഞ്ഞു. അതെ, കാണാൻ ഇത്ര ഹാൻഡ്സമായ സൽഗുണസമ്പന്നനായ ഒരു ഭർത്താവിനെയും തങ്കക്കുടം പോലെയുള്ള 2 മക്കളെയും തന്നിട്ട് ഇവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവം വിചാരിക്കില്ലേ? അതുകൊണ്ട് പുള്ളിയെ നമുക്ക് വിഷമിപ്പിക്കണ്ട കേട്ടോ, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് ഒന്ന് തലയണക്കി. എന്നാ ചെന്ന് വേഗം ഫ്രഷായിട്ട് വാ, നമുക്കെല്ലാവർക്കും പുറത്തുപോയി ഭക്ഷണം കഴിക്കാം. വൈകിട്ട് അമ്മച്ചി ഉണ്ടാക്കിക്കോളും. ഇപ്പോൾ നമുക്ക് ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. അമ്മച്ചി 1-2 പ്രാവശ്യമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതും സണ്ണി സ്നേഹിക്കുന്ന പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് കണ്ടുമില്ല. പിന്നെ അമ്മച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അമ്മച്ചിയെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാം. താൻ ചെന്ന് റെഡി ആയിട്ട് വാ. ആ പിങ്ക് കളർ സാരി എടുത്താൽ മതിയേ. അപ്പോഴേക്കും ഞാൻ
ഇവരെ റെഡിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ബെഡിലേക്കിരുന്നു. ഗൗരി പുഞ്ചിരിയോടെ ബാഗ് തുറന്നുകൊണ്ട് അതിൽ നിന്നും പിങ്ക് കളർ സാരി എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഗൗരി വിൻഡോയുടെ ഭാഗത്തേക്ക് വന്ന് ഒന്ന് പുറത്തേക്ക് നോക്കി. ഇച്ചായ, നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ആ വീട്ടിലേക്ക് ആരാ താമസിക്കുന്നതെന്ന് ഇച്ചാൻ അറിയോ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്നതല്ലേ. അന്ന് ഇവിടെ പണി നടക്കുന്ന സമയം. പിന്നെ ഇതെല്ലാം നോക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ്റെ വീട് ഇവിടെ അടുത്താണ്. അവനറിയായിരിക്കാം. ഞാൻ ചോദിച്ചിട്ടില്ല, സണ്ണി പറഞ്ഞു. വേഗം ചെന്ന് ഫ്രഷായിട്ട് വാ, ഇല്ലെങ്കിൽ ഇപ്പോൾ താഴേന്ന് വിളി വരും, സണ്ണി പറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ ഫ്രഷാവാനായി കയറി. അവൾ ഫ്രഷായി വരുമ്പോഴേക്കും സണ്ണി 2 കുട്ടികളെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടതും ഗൗരി ഒന്ന് ചിരിച്ചു. 2 പേർക്കും ഒരുപോലെയുള്ള വസ്ത്രങ്ങളാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഗൗരി കണ്ടു. ഇച്ചാൻ ഫ്രഷാവുന്നില്ലേ? അവൾ ചോദിച്ചു. ആ, ഞാൻ ദേ ഫ്രഷാവാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണിയും വേഗം ഫ്രഷാവാനായി പോയി. അവനും ഫ്രഷായി ഇറങ്ങി. അവർ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് താഴേക്ക് ചെന്നു. എത്ര നേരം അതിൻ്റെ സണ്ണി ചെന്ന് നോക്കിയിരിക്കുന്നത്. വിശന്നതേ കുടലൊക്കെ തള്ളയ്ക്ക് വിളിച്ചു തുടങ്ങി. റോസ്മേരി പറഞ്ഞു. എൻ്റെ റോസു, തള്ളയ്ക്കല്ല, നിൻ്റെ തന്തയ്ക്കായിരിക്കും വിളിക്കുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്ക്, സെബി പറഞ്ഞു. അയ്യോ തമാശ, ഈ വിശന്നിരിക്കുന്ന സമയത്ത് തമാശ കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കളിപ്പിച്ച് പുറത്തേക്ക് പോകുന്നത് കണ്ടതും, വാ, പെണ്ണ് കുറേ നേരെ വിശക്കുന്നെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പഴവും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്ന്. അതൊന്നും പറ്റില്ല, വെറൈറ്റി ഫുഡ് വേണമെന്ന്. തൃശ്ശൂരത്തെ അതന്വേഷിച്ചുള്ള പോക്കാണ്. എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മച്ചി പറഞ്ഞു. വാ, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും, സമയം ഇത്രയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കുര്യച്ചൻ ചേട്ടനടക്കം എല്ലാവരും ഒരുമിച്ചാണ് പുറത്തേക്ക് പോയത്. അവർ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായി കയറി. ഇനിയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ റോസ്മേരി വയലൻ്റാകും എന്ന് തോന്നി. നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ കുറച്ചു നേരം വടക്കുന്നാഥൻ്റെ മണ്ണിൽ ചെന്ന് ഇരുന്നു. കുറച്ചു നേരം അവിടെയുള്ള ആൽമരച്ചുവട്ടിലെല്ലാം ഇരുന്നു. അമ്മച്ചിയും അന്നക്കുട്ടിയും ഗൗരിയെ നോക്കി. നേരത്തെ കണ്ട സങ്കടം അവളുടെ മുഖത്തില്ല എന്ന് അമ്മച്ചിക്ക് തോന്നി. അമ്മച്ചി അത് അന്നക്കുട്ടിയോട് പറയുകയും ചെയ്തു. റോസ്മേരിയും സാന്ദ്രയും സെബിയും ജോണുമെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അമ്മച്ചി ഒരു ടവൽ വിരിച്ചുകൊണ്ട് മക്കളെ 2 പേരെയും ആൽത്തറയിൽ കിടത്തി. ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. ആൽമരത്തിൽ നിന്നും നല്ല ഫ്രഷ് എയറാണ് വരുന്നത്. അത് നമുക്ക് ശ്വസിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ചു നേരം മക്കളിവിടെ കിടന്ന് കളിക്കട്ടെ, അമ്മച്ചി പറഞ്ഞു. മക്കളെയും കളിപ്പിച്ചുകൊണ്ട് അമ്മച്ചിയും അന്നക്കുട്ടിയും അവിടെ ഇരുന്നു. വാ ഗൗരി, അവരെ കളിപ്പിക്കട്ടെ, നമുക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയും കൊണ്ട് നടന്നു. കുറച്ച് ദൂരം 2 പേരും കൂടെ നടന്നു. അപ്പോഴേക്കും സണ്ണിയുടെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തതും, പറയ് അലക്സ്, നീ എവിടെയാണ്? സണ്ണി ചോദിച്ചു. എടാ, ഞാൻ വീട്ടിൽ വന്നു, നിങ്ങളിവിടെ കണ്ടില്ല, എവിടെ പോയിരിക്കുകയാണ്? അലക്സ് ചോദിച്ചു. നീ വീട്ടിലുണ്ടോ? അയ്യോ എടാ, ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇവർക്ക് വാങ്ങാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണ്, സണ്ണി പറഞ്ഞു. അതെയോ, എന്നിട്ടിപ്പോൾ എവിടെയുണ്ട്? അലക്സ് ചോദിച്ചു. എടാ, ഞങ്ങളിപ്പോൾ വടക്കുന്നാഥൻ്റെ അടുത്തുണ്ട്, ചുമ്മാ അവിടേക്കൊന്ന് കറങ്ങാമെന്ന് കരുതി, സണ്ണി പറഞ്ഞു. എന്നാൽ ശരിയടാ, ഞാൻ രാത്രി വരാം. ഞാൻ ഇതിലേ പോയപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഞാനും ശ്യാമും കൂടി വൈകിട്ടെത്താം. നിങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലക്സ് ഫോൺ കട്ട് ചെയ്തു. പിന്നെയും കുറച്ച് സമയം കൂടി അവർ അവിടെ ചെലവഴിച്ചു. എന്നാൽ ഇനി പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അമ്മച്ചിയും അന്നക്കുട്ടിയും കുര്യച്ചൻ ചേട്ടനുമെല്ലാം കപ്പലണ്ടിയും മറ്റും കഴിക്കുന്നത് കണ്ടത്. ഇതെവിടെ നിന്ന് വാങ്ങി? സണ്ണി ചോദിച്ചു. ദാ അവിടെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാ. അല്ല, ബാക്കി 4 എന്തിയെ? സണ്ണി ചോദിച്ചു. ദേ അവിടെ കിടന്നും ഇരുന്നും എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്, അന്നക്കുട്ടി പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ ഒറ്റങ്ങൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോകാം. വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വീട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കാം. ദേ കുര്യച്ചൻ ചേട്ടൻ വന്നപ്പോൾ ബജ്ജി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്ന് നല്ല ചൂട് ചായയും ബജ്ജിയും കഴിക്കാം. എന്നാ പോകാം, അന്നക്കുട്ടി ചോദിച്ചു. അവരെയും കൂടി വിളിക്ക്, വഴി അറിയണ്ടാവില്ല, വെറുതെ ഇനി അവരെ അന്വേഷിച്ച് നമ്മൾ അലയേണ്ടി വരും, അമ്മച്ചി പറഞ്ഞു. ആ അതും ശരിയാ മോനെ സണ്ണി, ഒന്ന് പോയി വിളിച്ചിട്ട് പോ, അല്ലെങ്കിൽ ഇന്ന് 4 എണ്ണവും അവിടെ തന്നെ നിൽക്കും, അന്നക്കുട്ടി പറഞ്ഞതും സണ്ണി ഞാൻ പോയി വിളിച്ചിട്ട് വരാം,
നിങ്ങൾ കാറിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞ് കാറിൻ്റെ ചാവി സണ്ണിക്ക് ഗൗരിക്ക് നേരെ നീട്ടി. അതുമായി അവർ എല്ലാവരും കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അവർ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവരെ മറഞ്ഞു നിന്ന് നോക്കിയ ആളുകളെ അവർ കണ്ടില്ല. സണ്ണി അവിടെ ചെന്ന് അവരെയും വിളിച്ചുകൊണ്ട് വന്ന് കാറിലേക്ക് കയറി. സണ്ണി വണ്ടിയെടുത്ത് വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് സൈഡ് മിററിൽ കൂടി അവരുടെ വണ്ടിയെ നോക്കി നിൽക്കുന്ന രണ്ടുപേരെ അവൻ കാണുന്നത്. അവരുടെ വണ്ടിയെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോഴേക്കും പുറകിൽ നിന്നുള്ള വണ്ടിയുടെ ഹോണടി കേട്ടതും സണ്ണി കാറെടുത്ത് പോകുമ്പോഴും സണ്ണിയുടെ മനസ്സിൽ അത് തന്നെയായിരുന്നു. പക്ഷേ ഗൗരിയും അമ്മച്ചിയും അന്നക്കുട്ടിയും ചേട്ടത്തിയും എല്ലാം ഇരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയതും അമ്മച്ചിയും ചേട്ടത്തിയും കൂടി വേഗം തന്നെ ചായ ഉണ്ടാക്കാനായി പോയി. റോസ്മേരിയും സാന്ദ്രയും സെബിയും ജോണും എല്ലാം മുറ്റത്തെ പുൽത്തകിടിൽ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിലും ഊഞ്ഞാലിലും എല്ലാമായിട്ട് ഇരുന്നു. അതെ, ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഇവിടെ ഇരുന്ന് കുടിക്കാം, റോസ്മേരി അവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു. ആ ദേ, നിങ്ങൾ മക്കളെ പിടിക്കുക, ഞാനും കൂടി പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നക്കുട്ടി മോളെ എടുത്ത് റോസ്മേരിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നാ മോനെ കൂടി പിടിക്കുക, ഞാനും കൂടി പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി മോനെ സണ്ണിയുടെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവരും പുൽത്തകിടിയിലും മറ്റുമായിട്ടിരുന്നു. കുഞ്ഞുങ്ങളെയും ഷീറ്റ് വിരിച്ച് അവിടെ തന്നെ കിടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ അലക്സിനെ ഫോൺ ചെയ്തു. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് അവരെ ശ്രദ്ധിക്കുന്ന രണ്ടുപേരെ കണ്ട കാര്യം അലക്സിനോട് പറഞ്ഞു. നീ പേടിക്കണ്ട സണ്ണി, അത് നിന്റെ പെണ്ണിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ്, അലക്സ് പറഞ്ഞു. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം, വൈകിട്ട് വരുമ്പോൾ വിശദമായിട്ട് പറയാം. ഇത്രയും നാളും ഫോണിലൂടെയല്ലേ പറഞ്ഞത്, ഇനി നേരിട്ടാകാം, അലക്സ് പറഞ്ഞു. അപ്പോൾ പേടിക്കാനൊന്നുമില്ലെന്നാണോ നീ പറയുന്നത്? സണ്ണി വീണ്ടും ചോദിച്ചു. ഇല്ലടാ, ഇതെന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് പേടിയുണ്ടോ? അലക്സ് ചോദിച്ചു. എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയില്ലടാ, പക്ഷേ ഗൗരിയും എൻ്റെ മക്കളും, അവരുടെ കാര്യത്തിൽ ഞാനിത്തിരി പേടിക്കുക തന്നെ ചെയ്യും, സണ്ണി പറഞ്ഞു. നീ ടെൻഷനാവണ്ട, എനിക്ക് മനസ്സിലാവും. അവളെ ഇനി ഒരു വേദനയിലേക്ക് നമ്മളാരും തള്ളിവിടില്ല, പോരെ? അവൾക്ക് സന്തോഷങ്ങൾ മാത്രമേ ഇനി നമ്മളെല്ലാം കൊടുക്കൂ. നീ പറഞ്ഞു കേട്ടുള്ള അറിവാണെങ്കിലും എനിക്കും എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്. അവൾക്ക് സന്തോഷങ്ങൾ വാങ്ങിക്കൊടുക്കാനും അവളുടെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാനും അവരെ നശിപ്പിക്കാനും ഞങ്ങളുണ്ടാവും നിൻ്റെ കൂടെ, അലക്സ് പറഞ്ഞു. ശരി, അതുപോട്ടെ, നീ കണ്ടോ അവരെ? അലക്സ് ചോദിച്ചു. ഒരു മിന്നായം പോലെ ഇവിടെ ഓരോ വിൻഡോയുടെ അടുത്തും മാറി മാറി വരുന്നുണ്ട്, പക്ഷേ മറിഞ്ഞു നിൽക്കുകയാണ്. മുന്നിലേക്ക് വരാൻ അവരും ഭയപ്പെടുന്നുണ്ട്, സണ്ണി പറഞ്ഞു. ഭയപ്പെടും, ഇനിയും നഷ്ടപ്പെടുത്തിക്കളയാൻ അവരും തയ്യാറാവില്ലടാ, അത്രമാത്രം അവരും വേദനിച്ചിട്ടുണ്ട്, അലക്സ് പറഞ്ഞു. മനസ്സിലാവായിക ഒന്നുമല്ല, പക്ഷേ എനിക്കെൻ്റെ ഗൗരിയാണ് മുഖ്യം. അവൾ ഇനിയും വേദനിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ, സണ്ണി പറഞ്ഞു. എന്തിന്? ഇനി അവൾ ഇതെല്ലാം അറിയുമ്പോൾ വേദനിക്കുകയല്ല, സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ ചെറിയൊരു വേദനയായിട്ട് മരിച്ചുപോയ അവരവളുടെ മനസ്സിലുണ്ടാകും, അലക്സ് പറഞ്ഞു. എടാ, ഇനി അവൾക്ക് അവരോട് ദേഷ്യം തോന്നുമോ? സണ്ണി ചോദിച്ചു. എടാ, നീ കാട് കയറിയൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, നമുക്ക് നോക്കാം. അല്ല സണ്ണി, നീ ആനന്ദിനെ വിളിച്ചോ? അലക്സ് ചോദിച്ചു. വിളിച്ചു, തിരക്കാണ്, ഇവിടെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്, സണ്ണി പറഞ്ഞു. ഞാനും ഒന്ന് നൈസായിട്ട് വിളിച്ചു നോക്കാം, എന്താ പറയുന്നതെന്ന് അറിയാലോ, അലക്സ് പറഞ്ഞു. എന്തായാലും നീ വൈകിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് വിളിക്കാം, സണ്ണി പറഞ്ഞു. എന്നാൽ ശരിയടാ, വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ സണ്ണി കാണുന്നത് മുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ്. അവൻ്റെ മുഖം സണ്ണി ആദ്യമായി നേരിട്ട് കണ്ടു. അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവൻ അവരെ തന്നെ നോക്കി നിന്നു. കുഞ്ഞുങ്ങളെ മറന്ന് നോക്കി നിന്ന അവരെ തന്നെ നോക്കി നിൽക്കുന്ന സണ്ണിയെ കണ്ടില്ലായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാടുണ്ടെന്നറിയാം. എന്നെ ഒരുപാട് സഹായിക്കുന്ന
ഇപ്പോൾ ഈ സ്റ്റോറി എഴുതാൻ എന്നെ അത്രമാത്രം സഹായിക്കുന്ന ഒരാളുണ്ട്. പേര് പറയാമെന്ന് എനിക്കറിയില്ല. ആളുടെ അനുവാദമില്ലാതെ ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പേരുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. ഇത്രയും നാളുകൾക്ക് ശേഷവും അതിലെ കഥാപാത്രങ്ങളെ ഓർത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്രമാത്രം ഈ സ്റ്റോറി നിങ്ങളിൽ പലർക്കും പ്രിയപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് പുതിയ മാറ്റങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നെനിക്കറിയില്ല. എന്തായാലും എന്നെ സഹായിച്ചതിന് 1000 നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.